ചില ആളുകൾ എല്ലാ കാര്യങ്ങളും സിഹറാണ്, എനിക്ക് മന്ത്രവാദം ചെയ്തിരിക്കുകയാണ്, എനിക്ക് ആഭിചാരം ചെയ്തിരിക്കുകയാണ്. നമുക്ക് സിഹറുണ്ടെങ്കിൽ അത് ബാത്തിലാക്കാം. പക്ഷേ ഈ മാനസികമായിട്ടുള്ള രോഗങ്ങൾ ഇതുപോലെ വന്ന് നമ്മളെ വേട്ടയാടിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇല്ലാതായി പോകും. ഇപ്പോൾ സിഹർ എന്ന് പറയുന്ന സംഗതി ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ആഭിചാരക്രിയയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ എങ്കിൽ പോലും ചില ആളുകൾക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും. അതായത് എന്ത് ചെയ്താലും തൊട്ടതിനും പിടിച്ചതിനും സിഹറാണ്, എന്നെ ആരോ സിഹർ ചെയ്തിട്ട്, എന്നെ ആരോ മന്ത്രവാദം ചെയ്തിട്ട് തളർത്തിയിട്ടേക്കാണ്, ഞാനിനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചില ആളുകളുണ്ട്. എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഇറങ്ങുമ്പോൾ ഒരു ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് വാഹനം കേടായിപ്പോയി, അപ്പം അത് സിഹറായിട്ട് കണക്കൂട്ടി. അല്ലെങ്കിൽ കറുത്ത പൂച്ച വട്ടം ചാടി, ചില ആളുകൾ അത് ശൈത്താന് പൂച്ചയുടെ രൂപത്തിൽ വന്നിട്ട് എന്നെ വീഴ്ത്തിയതാണ് അങ്ങനെയുള്ള ഓരോ ചിന്താഗതി. അപ്പോൾ ഇതൊക്കെ ശൈത്താന് നമ്മുടെ ഉള്ളിലിട്ട് തന്നിട്ട് നമ്മളെ അള്ളാഹുവിൽ നിന്നും അകറ്റാൻ വേണ്ടി ശൈത്താൻ കളിക്കുന്ന കുതന്ത്രമാണ്. കാരണം ആ ഒരു നിമിഷമെങ്കിലും റബ്ബിനെ നമ്മൾ മറക്കും, അമലുകൾ മറക്കും, നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ മറക്കും. ഈ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും സിഹറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ അവരോട് പറയുകയാണ്, അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ പറയണം. എല്ലാം സിഹറാണെന്ന് പറഞ്ഞ് നടക്കുന്നവരെ ആദ്യം പോയിട്ട് പെരടിക്ക് 2 അടി കൊടുക്കുന്നതാണ്. അതുള്ളത് തന്നെയാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടും. നമുക്ക് എല്ലാ കാര്യങ്ങളിലും വലിയ തടസ്സങ്ങളാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ സിഹർ തന്നെയാണ്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാ കാര്യങ്ങൾക്കും സിഹറാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരു മാനസികമായിട്ടുള്ള രോഗമാണ് എന്ന് ഞാൻ പറയുകയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന തന്നെ ഉള്ളൂ. പക്ഷേ ഇത് ചില ആളുകൾ ഉണ്ട്, ഞാൻ പറഞ്ഞു കേട്ട ആളുകളുണ്ട്. എല്ലാ കാര്യവും ഇതാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ചില അവിടെ പോയിട്ട് ഫലിക്കുന്നില്ല, അവിടെ പോയിട്ട് എങ്ങനെ ഫലിക്കുന്നുണ്ടെങ്കിലല്ലേ ഇത് ഫലിക്കുള്ളൂ. ഇയാൾക്ക് ഈ ഒരു സംഗതി ഉണ്ടെങ്കിലല്ലേ ഫലിക്കുള്ളൂ. പിന്നെ ഇയാളുടെ സമാധാനത്തിന് വേണ്ടി അവരെന്തെങ്കിലും കൊടുക്കുന്നുണ്ടാവും. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉണ്ടെങ്കിൽ അത് നമ്മൾ ബാത്തിലാക്കണം. ഇല്ലാത്തൊരു കാര്യം നമ്മൾ ഈ പൂച്ച വട്ടം ചാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച റോട്ടിൽ കൂടെ പോണ സാധനം. ഈ പൂച്ചക്കറിയില്ല അത് എന്താ വാഹനം, എന്ത് വാഹനമാണ്, വാഹനം എന്താണെന്നൊന്നും പൂച്ചക്കറിയില്ല. ആ പൂച്ച അതിൻ്റെ മുന്നിൽ, ബൈക്കിൻ്റെ മുന്നിൽ വട്ടം ചാടി അത് അപ്പുറത്തെ പ്രശ്നമാണ്. ചില ആളുകളൊക്കെ ഉണ്ട് ഒരു അരമണിക്കൂറോളം അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ വണ്ടി നിർത്തിയിട്ട് പോകുന്ന ആളുകൾ. ഇവരൊക്കെ എന്താ പറയേണ്ടതെന്നറിയില്ല. ഇത്തരം അന്ധവിശ്വാസങ്ങളും മനോരോഗങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇത്തരം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ മാനസിക രോഗമാണ് അതെനിക്ക് പറയാനുള്ളത്. ഈ കാര്യങ്ങളൊന്നും സിഹറിലോ മന്ത്രവാദത്തിലോ ഒന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ശകുനം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ദിവസം നല്ല ദിവസമാണ്, ചിലപ്പോൾ ശൈത്താൻ നമ്മുടെ ഉള്ളിലിട്ട് തരികയാണ്. അതൊന്നും ഇസ്ലാമിലില്ല. എല്ലാം നമുക്ക് സിഹറാന്ന് പറഞ്ഞ് നടക്കരുത്. അപ്പോൾ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തുക.